മറ്റൊരു വാർത്തയിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണം വേണമെന്ന് CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം. ഭിന്നിപ്പിന്റെ സാഹചര്യം ഇപ്പോഴില്ലെന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേർന്ന് ലയിക്കലല്ല, തത്വാധിഷ്ഠിത പുനരേകീകരണമാണ് വേണ്ടതെന്നും ബിനോയ് വിശ്വം പറയുന്നു. CPIയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലാണ് പ്രതികരണം. ഒരു പാർട്ടി വന്ന് ഈ പാർട്ടിയിൽ ലയിക്കാനോ ഈ പാർട്ടി പോയി ആ പാർട്ടിയിൽ ലയിക്കാനോ എന്നുള്ള ചിന്തകളേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ പാടില്ല. ചർച്ചകളിലൂടെ ഈ പാർട്ടികൾക്ക് ഒന്നാകാൻ കഴിയുന്ന അവസ്ഥ വരണം. ഈ തത്വനിഷ്ഠിതമായിട്ടുള്ള ഐക്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് CPM മാത്രമല്ല, CPIക്കും CPMനും മുഖ്യ പങ്കുണ്ട്. അതിൻ്റെ തുടക്കം കുറിക്കേണ്ടത്. പക്ഷെ അവിടെ തീരാൻ പാടില്ല. പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പല കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ ധാരകളിൽ നിന്നും കുതിരച്ചാടിപ്പോയ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഗ്രൂപ്പുകളെയും കാലക്രമേണ ഒന്നിപ്പിക്കാൻ കഴിയണം. ഇനിയും സ്വയം ദുർബലമാകാനുള്ള അനുമതി കൊടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഐക്യമെന്ന് പറയുന്ന ഈ ലക്ഷ്യത്തിലുള്ള യാത്രയ്ക്ക് ആരംഭം കുറിച്ചാൽ ഈ പ്രസ്ഥാനത്തിനകത്ത് വിശ്വസിക്കാമെന്നുള്ള ബോധ്യത്തിൻ്റെ ഒരു ഉറപ്പ് കൊടുക്കലായിരിക്കും അത്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, സാധാരണഗതിയിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ലയനം അദ്ദേഹവും പറയുന്നില്ല. പക്ഷേ ഈ പുനരേകീകരണം ഏത് രീതിയിൽ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? രജീഷ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാകണമെന്ന നിലപാട് തന്നെയാണ് CPIക്ക് ഉള്ളത്. ബിനോയ് വിശ്വവും ആ നിലപാട് തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. 1964 അന്ന് പാർട്ടി വിഭജിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം. സായുധ വിപ്ലവം എന്ന ലൈനിൽ ചൈനീസ് പാർട്ടിക്കൊപ്പമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതേസമയത്ത് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ച ജനാധിപത്യ വിപ്ലവം എന്ന ആശയത്തിനൊപ്പം ഔദ്യോഗിക പാർട്ടിയും നിലനിന്നു. അതിനുശേഷമാണ് ഭിന്നിപ്പ് ഉണ്ടാവുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചരിത്രം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഭിന്നിപ്പാണ് ശരിയെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തത്വാധിഷ്ഠിത പുനരേകീകരണം എന്ന് പറയുന്നത്. ലയനം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലയിക്കുക എന്ന് പറയുന്നത് ലയനം എന്ന വാക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാകുന്നു എന്നുള്ളതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. അതൊരു പൈങ്കിളി വാക്കാണ്. തത്വാധിഷ്ഠിതമായിട്ടുള്ള പുനരേകീകരണമാണ് CPI ഉയർത്തിപ്പിടിക്കുന്നത്. ആത്യന്തികമായി ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാകണം എന്ന് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു CPI പോയി CPMലോ CPM പോയി CPIയിലോ ലയിക്കുക എന്നുള്ള വാക്കിലല്ല അദ്ദേഹം ഒതുങ്ങുന്നത്. അതിനപ്പുറത്തേക്ക് പാർട്ടികൾ തമ്മിലുള്ള വിഷയങ്ങൾ, ആശയങ്ങൾ, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു പുനരേകീകരണം വേണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 1964 ഭിന്നിപ്പിൽ വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. 32 പേരാണ് അന്ന് ഇറങ്ങിപ്പോയത്. അതിലും എത്രയോ പേർ അന്ന് ഔദ്യോഗിക പക്ഷത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. ആ നിലപാടാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിയാണ് അന്ന് CPIയിൽ വിഭജനമുണ്ടായി 32 പേർ ഇറങ്ങിപ്പോയതെന്ന വിമർശനം കൂടി ഉണ്ട്. ഇന്നെന്തായാലും ആ സാഹചര്യമൊക്കെ മാറി. അന്നുണ്ടായിട്ടുള്ള വസ്തുതകളെയും കാര്യങ്ങളെയും ഒക്കെ ചരിത്രം തന്നെ റദ്ദാക്കി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇന്ന് ആ നിലപാടിലല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദുർബലമാകാതിരിക്കാൻ ഇനിയെങ്കിലും ഏകീകരണം വേണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കേണ്ട സമയമായെന്നാണ് ബിനോയ് വിശ്വം CPIയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കനലിൽ പറയുന്നത്.